Hi friends, welcome to the video. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് UI UX ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്. കുറേ സ്ഥലത്ത് നമ്മൾ കണ്ടു കാണും UI UX ഡിസൈനിങ് എന്നൊരു കോഴ്സ് തന്നെയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ആദ്യം ഇതിൻ്റെ ഫുൾ ഫോം നോക്കാം. UI എന്ന് വെച്ചാൽ UI UX ആണ് അതിൻ്റെ പേരെന്ന് പറയുന്നത്. അതിൻ്റെ UI എന്ന് വെച്ചാൽ യൂസർ ഇൻ്റർഫേസ് എന്നാണ്. അതേപോലെ തന്നെ മറ്റേത് UX എന്ന് വെച്ചാൽ യൂസർ എക്സ്പീരിയൻസ് എന്നാണ്. ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഫ്രീ വേർഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ പെയ്ഡ് സോഫ്റ്റ്വെയർ ഉണ്ട്. ഞാൻ ആദ്യം ഫ്രീ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. ഫ്രീ സോഫ്റ്റ്വെയറായ ഫിഗ്മ ഉപയോഗിച്ചുകൊണ്ടാണ് UXും അതേപോലെ തന്നെ UI UXും നിർമ്മിക്കുന്നത്. രണ്ടാമത്തെ പെയ്ഡ് സോഫ്റ്റ്വെയറായ അഡോബ് XD എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, പെയ്ഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൂൾസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ് UIയും അതേപോലെ തന്നെ UXും. നമ്മൾ സാധാരണ എല്ലാവരും ഒരു ആപ്പെങ്കിലും ഉപയോഗിക്കാത്ത ആരും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ തന്നെ യൂട്യൂബിലായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇതും ഒരു UI UX ഡിസൈനിങ് വഴി ഉണ്ടാക്കിയ ഒരു ആപ്പാണ്. ഓരോ പ്രൊഡക്റ്റ് നമ്മൾ ഓരോ ആപ്സും ഓരോ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഒരു ഡിസൈനിങ് ഉണ്ടാക്കുന്നു. അതിന് ശേഷമാണ് അതൊരു ഔട്ട്പുട്ടായിട്ട് നമ്മൾ കോഡിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ആപ്പ് ഡിസൈനറുടെ അടുത്ത് പോയിട്ട് ആപ്പ് ഡെവലപ്പറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കാൻ പറയുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ പറയാം, പക്ഷേ അദ്ദേഹത്തിന് എങ്ങനെ ആ ഒരു ആപ്പിൻ്റെ ഡിസൈനിങ് വരണമെന്ന് എനിക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് അദ്ദേഹത്തിന് തരാൻ സാധിക്കും. അത് നിർമ്മിക്കുന്നത് ഈ ഞാൻ ആദ്യം പറഞ്ഞ രണ്ടിലേതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ആ ഒരു ബ്ലൂ പ്രിൻ്റ് എനിക്ക് തയ്യാറാക്കി തരുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയായിരിക്കും ആ ബ്ലൂ പ്രിൻ്റ് എന്ന് വെച്ചാൽ, നമ്മൾക്ക് യൂസർ ഡിസൈനിങ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ഇമേജിൻ്റെയും തംബ്നെയിൽ വരും, അതിന് ശേഷം ടൈറ്റിൽ വരും, അതിന് ശേഷം വ്യൂസ് വരും, അതിന് ശേഷം സബ്സ്ക്രൈബേഴ്സ് വരും, അതിന് ശേഷം എന്നാണ് അപ്ലോഡ് ചെയ്തത് അത് വരും. അതേപോലെ തന്നെ അതിന് ഏറ്റവും താഴെ നിങ്ങൾക്ക് നാവിഗേഷൻ പറഞ്ഞിട്ട് ഒരു ബാർ കാണും. അവിടെ നിങ്ങളുടെ ഹോം കാണും, അതേപോലെ തന്നെ ട്രെൻഡിങ് കാണും, അതേപോലെ തന്നെ അപ്ലോഡിങ് കാണും, പിന്നെ അതേപോലെ തന്നെ ലൈബ്രറി പോലത്തുള്ള നാവിഗേഷൻ ബാർസും കാണും. ഇതൊക്കെയാണ് ഈ ഒരു ഡിസൈനിങ്ങിനെയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിങ്ങളുടെ അക്കൗണ്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് അപ്പ് കോർണറിൽ യൂട്യൂബിൻ്റെ ലോഗോയും കാണാൻ സാധിക്കും. ഈ ഒരു സംഭവത്തെ ഈ ഒരു ഡിസൈനിങ് ചെയ്ത് വെക്കുന്നില്ലേ, അതിനെയാണ് യൂസർ ഡിസൈനിങ് അതായത് UI എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് UI എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് അതിൻ്റെ തന്നെ മറ്റൊരു ഭാഗമായി UX നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു നാവിഗേഷൻ്റെ ബാർ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബാർ അതായത് ഹോമിൽ നിന്ന് ട്രെൻഡിങ്ങിലേക്ക് വരുമ്പോൾ ആ ഒരു ഡിഫറൻസ് വരുന്ന ആ ഒരു സംഭവത്തെയാണ് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് പെട്ടെന്ന് ഒരു ആനിമേഷനിലൂടെയാണ് അത് ട്രെൻഡിങ്ങിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ മറ്റൊരു സംഭവമാണ് നമ്മൾ സ്ക്രോളിങ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ട്രെൻഡിങ്ങിലേക്ക് കയറിയിട്ടോ അല്ലെങ്കിൽ ഹോം പേജിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ആ ഒരു ബാർ മുകളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ മുകളിലൊക്കെ പോകുമ്പോൾ നമ്മളുടെ ആ ഒരു അക്കൗണ്ടും മുകളിലൊക്കെ പോകുന്നുണ്ട്. ആ ഒരു പ്രക്രിയയാണ് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് യൂസർക്ക് എത്ര നല്ല രീതിയിൽ ഒരു ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കണം എന്നൊരു എന്നൊരു ഡിസൈനിങ്ങിലേക്ക് വരുമ്പോൾ അത് എത്ര നല്ല രീതിയിൽ ഒരു യൂസർക്ക് യൂസ്ഫുൾ ആയിരിക്കണം ആ ഒരു ആപ്പ് എന്ന അടിസ്ഥാനത്തിലാണ് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇത് യൂസർ ഇൻ്റർഫേസും അതുപോലെ തന്നെ യൂസർ എക്സ്പീരിയൻസും എന്താണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.